പിന്നെ എൻ്റെ പേര് ബീന കേട്ടോ. ഞാൻ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട്, ലോങ് വീഡിയോ ഇട്ടിട്ട്. ഷോർട്ട് വീഡിയോ ഇങ്ങനെ ഇടുന്നുണ്ട്. ഒരു മാസത്തിന് മേളിലെങ്കിലുമായി. എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളത് കൊണ്ടും എനിക്ക് വീഡിയോ അങ്ങനെ എഡിറ്റ് ചെയ്യാനും ഒന്നും പറ്റുന്നൊന്നുമില്ല, ഇരുന്ന് ചെയ്യാൻ പറ്റുന്നൊക്കെ ഇല്ല. ഞാൻ അതുകൊണ്ട് ഷോർട്ട് വീഡിയോ മാത്രം വിട്ട് പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ഞാൻ ഡോവിന് ഫുഡ് കൊടുക്കുന്ന മുടക്കാറില്ല കേട്ടോ. അത് അതിൻ്റെതായ സമയത്ത്, അതല്ലെങ്കിൽ എനിക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റത്തില്ല. എനിക്ക് എത്ര വയ്യാന്നുണ്ടെങ്കിലും ഞാനതിനിറങ്ങും. എൻ്റെ അമ്മ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. എന്നെ എപ്പോഴും വഴക്ക് പറയും. ഇങ്ങനെ എനിക്ക് ഈ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുക, അപ്പോൾ ഇൻഫെക്ഷനൊക്കെ ആകുന്നതുകൊണ്ട് ഇങ്ങനെ പനിയൊക്കെ വരുന്ന പേടിച്ചത്. ഇപ്പം തന്നെ 2 വട്ടം പനിയൊക്കെ ആയി. അതിനെന്നെ വഴക്ക് പറയും, ഇങ്ങനെ വെള്ളോട്ട് ഇതിൻ്റെയൊക്കെ പുറകെ പോകുന്നതിന്. പക്ഷെ എന്നാലും എനിക്ക് മനസ്സമാധാനമായിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ അതുങ്ങൾ എൻ്റെ വീടിൻ്റെ വാതൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, എനിക്കത് കൊടുത്തില്ലെങ്കിൽ ഒരു കിടക്കാൻ പറ്റില്ല, എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റില്ല. ഞാൻ കിടന്നാലും എണീച്ച് വരും. അപ്പം അമ്മ ഇങ്ങനെ അകത്ത് പോയി കിടക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ആഹാരം എടുത്തുകൊണ്ട് വെളിയിൽ ഇറങ്ങും. ഈ കറുത്തവനുണ്ടല്ലോ, ഡോ ഫുഡാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കൊടുക്കാൻ പറ്റും. ഡോ ഫുഡ് ഈ കറുത്തവൻ കഴിക്കത്തില്ല കേട്ടോ. എത്ര വിശന്ന് കിടന്നാലും ബാക്കി എല്ലാവരും കഴിക്കുന്ന കണ്ടാലും ഇവൻ കഴിക്കത്തില്ല. അപ്പം ഞാൻ എന്തെടുക്കുമെന്നറിയാം, ഇച്ചിരി ചോറുണ്ടാക്കിയിട്ട് മുട്ടയോ ഇച്ചിരി എന്താ കറിയൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ അതിനകത്ത് പുരട്ടിയിട്ട് അവന് കൊണ്ട് കൊടുക്കും. അവനത് കഴിക്കും. അത് കഴിച്ച് കഴിഞ്ഞ് ഞാൻ ഓർക്കും, 5-6 ഡോഗ് കിടക്കുന്ന കൂട്ടത്തിൽ ഒരാൾ കഴിക്കാതെയും കിടക്കുന്നു, ബാക്കിയുള്ളവരെല്ലാം കഴിച്ചും കിടക്കുന്നു. ഇവൻ്റെ കിടപ്പ് കാണുമ്പോൾ തന്നെ എനിക്ക് സങ്കടം വരും. അപ്പം ഞാൻ പെട്ടെന്ന് അത് ഉണ്ടാക്കി സ്പൂണിട്ട് ചൂടൊക്കെ മാറ്റിയിട്ട് കൊടുത്തിട്ട് എനിക്ക് പോയി കിടന്നാൽ എനിക്ക് കിടപ്പ് വരും. അല്ലെന്നുണ്ടെങ്കിൽ ഒരു മനസ്സമാധാനം കിട്ടത്തില്ല. ഇപ്പം ഞാൻ രാവിലെ എണീച്ചാൽ ആദ്യം അവർക്ക് ഫുഡ് കൊടുക്കും. അത് കഴിയുമ്പോൾ ഞാൻ ഉച്ചയ്ക്ക് നമ്മളകത്തിരുന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ അവർക്ക് ചെല്ലുമല്ലേ. എൻ്റെ ഒരു തോന്നൽ അങ്ങനെയാണ്. അപ്പം നമ്മൾ വയറ് നിറയെ അതുങ്ങൾ വെളിയിൽ കിടക്കുമല്ലേ എന്നുള്ളൊരു തോന്നൽ. അതേസമയം എൻ്റെ വയറ് നിറയണമെന്നുണ്ടെങ്കിൽ അവർക്കത് കൊടുത്തേച്ച് വന്നാലുണ്ടല്ലോ എനിക്കൊരു സമാധാനം. അതുപോലെ തന്നെ രാത്രിയിൽ ഞാൻ കൊടുത്തിട്ടേ കയറത്തുള്ളൂ. കാരണം നമ്മളകത്തിരുന്ന് കഴിക്കും, അതുങ്ങൾക്ക് ചോദിക്കാൻ പറ്റില്ല. അതൊക്കെ ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ഞാൻ ഇന്ന് രാവിലെ ഒരു പോസ്റ്റ് കണ്ട്, ഡോഗിനെയെല്ലാം ഇങ്ങനെ ക്രൂരമായി അതുങ്ങളെ തല്ലിക്കൊല്ലുകയും വിഷം വെച്ച് കൊല്ലുകയും ചെയ്യുന്നേക്കാളും നല്ലത് ദയാവധത്തിന് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. ശരിയാ, ഞാനും ഓർക്കും, അതിനോട് ഞാനും യോജിക്കുന്നത്. ഇങ്ങനെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നതിനേക്കാളും നല്ലത് അങ്ങനെ തന്നെ ചെയ്യുന്നത്. നമുക്ക് കാണുമ്പോൾ സങ്കടം തോന്നും. ആ പോസ്റ്റിന് വായിച്ച് എനിക്ക് സങ്കടം തോന്നി. ഞാൻ സാധാരണ ഇങ്ങനെ റെസ്ക്യൂ ചെയ്യുന്നതും ഇങ്ങനെ ചെയ്യുന്ന ഡോഗിൻ്റെ ഒരു ഗ്രൂപ്പിനകത്ത് ഞാൻ ആടാകത്തില്ല. കാരണം അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സങ്കടമാണ്. കാണുമ്പോൾ പിന്നെ അത് വായിക്കാൻ തോന്നും, കാണാൻ തോന്നും. അതുകൊണ്ട് ഞാൻ കുറേ ഗ്രൂപ്പുണ്ടായിരുന്നു, ഞാനത് അൺഫോളോ ചെയ്തു പോയി. കാരണം എനിക്ക് വയ്യ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ 2-3 ഇങ്ങനെ റെസ്ക്യൂ ചെയ്യുന്നവർക്കൊക്കെ പൈസ ഇങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഒരുപാടൊന്നുമല്ല എന്നെക്കൊണ്ട് പറ്റുന്നത്. കാരണം ഞാൻ ആൾറെഡി ഇവിടെ ഇങ്ങനെ ഇത് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ യൂട്യൂബ് തുടങ്ങിയത് തന്നെ എനിക്ക് ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്താണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇവർ പറഞ്ഞു വന്നത് ഇവർ എത്ര ദിവസമായിട്ട് ഇവിടെ ഉണ്ടെന്നറിയാമോ. ഇവർക്ക് ഫുഡ് കഴിക്കും, കിടന്നുറങ്ങും. ഈ 3 നേരം ഫുഡ് എങ്ങോട്ടും പോകത്തില്ല. എൻ്റെ അമ്മ പറയും, ഇവർക്ക് കഴിച്ചിട്ട് പൊയ്ക്കൂടെ, അമ്മ നാട്ടിൽ നിന്ന് വന്ന് അമ്മയ്ക്കൊന്നും ഡോഗിനെ ഇഷ്ടമല്ല. അപ്പം ഞാൻ ചോദിക്കാം, അവരവിടെ കിടക്കുന്നതുകൊണ്ട് അമ്മക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഞാനല്ലേ തൂക്കുകയോ തുടയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഞാനാണെങ്കിൽ ഇപ്പം കഴുകാൻ പറ്റാത്തതുകൊണ്ടായാലും ഞാൻ 2-3 വട്ടം ചെന്ന് എൻ്റെ രോമമൊക്കെ തൂത്ത് വെളിയിൽ കളയാറുണ്ട് കേട്ടോ. ഞാൻ അല്ലാത്ത വെയിലൊക്കെ ഉള്ള സമയത്ത് ഞാനെന്നും കഴുകുമായിരുന്നു. ഇപ്പോൾ കഴുകാൻ പറ്റാത്ത കഴിഞ്ഞ് ഇവർക്ക് പിന്നെ കിടക്കാൻ പറ്റില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ ഓടി വന്ന് കയറി കിടക്കണ്ടേ. ഇതിൻ്റെ അടിയിലൊക്കെ ആയിട്ട് ഞാൻ അതുകൊണ്ട് അവിടെ അങ്ങ് വിട്ടു കൊടുത്തേക്കും. നമ്മളത്രയും കുറച്ച് ഹൈജീനിക്കായിട്ട് നമ്മളെ സൂക്ഷിച്ചാൽ പോരെയെന്ന് ഞാൻ കരുതും. അതുങ്ങൾക്ക് ആഹാരം കൊടുത്തിട്ട് ഓടിച്ചു വിടുന്നു. അതുങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോട്ടെ. അപ്പം അതിന് ഞാൻ പറഞ്ഞു വന്നത്, ഈ ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ ഇവർ അഗ്രസീവല്ല. അതിനർത്ഥം ഇവിടെ എന്തോ ഉറങ്ങുന്നതെന്നറിയാം. 3 നേരം ഫുഡ് കിട്ടുന്നുണ്ട്, അലയാൻ പോകുന്നില്ല. എന്തിനാ അലയാൻ പോകുന്നത്? ഫുഡ് കിട്ടുന്നുണ്ട്. ഈ ഫുഡ് കിട്ടാതെ വരുമ്പോഴാണ് ഇതുങ്ങൾ അലച്ചിൽ വരുന്നതും എവിടെയെങ്കിലും ഫുഡ് കാണുമ്പം പിടിച്ചു പറിക്കാൻ തോന്നുന്നതും ഒക്കെ. കൈ പൊതി കാണുമ്പം വിശപ്പല്ലേ, നമുക്കും മനുഷ്യനും എല്ലാവർക്കും വിശപ്പ് ഒരുപോലെ തന്നെ. നമുക്ക് പറയാൻ പറ്റുന്ന അവർക്ക് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവർ ചിലപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു പൊതി കാണുമ്പോഴത്തേക്ക് അത്
പൊതി കാണുമ്പോഴത്തേക്ക് അത് ആഹാരമാണെന്ന് കരുതിയിട്ട് എടുക്കാൻ പിടിച്ചു പറിക്കാൻ വരുന്നതാണ്. അപ്പം നമ്മുടെ അവരുടെ നഖം നമുക്ക് കൊള്ളുകയും അതുങ്ങൾ പല്ല് കൊള്ളുകയൊക്കെ ചെയ്യുന്നത് എന്ന് വിചാരിച്ച് ഞാൻ എവിടെയും പറയുന്നില്ല കേട്ടോ. ഡോഗ് കടിച്ചിട്ട് മനുഷ്യൻ ചാകണമെന്നും മനുഷ്യൻ എന്തെങ്കിലും ഒരു ആപത്ത് പറ്റണമെന്നും ഞാൻ പറയുന്നില്ല. മനുഷ്യൻ്റെ ജീവനും അത്ര മൂല്യമുള്ളത് തന്നെ. അത് ഞാൻ അങ്ങനെയല്ല പറയുന്നത്. പക്ഷേ എനിക്കെന്തോ ഇത് കാണാൻ ഭയങ്കര സങ്കടമാണ്, അതുങ്ങളിങ്ങനെ അലയുന്നത്. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സംവിധാനം ഉണ്ടാകണം, അല്ലെങ്കിൽ എല്ലാവരെയും അവരെ വേദനിപ്പിക്കാതെ അവസാനിപ്പിക്കാൻ എന്തെങ്കിലും മാർഗം കാണണം. പക്ഷേ എനിക്ക് ഇവിടെ അങ്ങനെ ഒരു കാഴ്ച കാണേണ്ടി വരുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഡോഗിനെ ആരും അങ്ങനെ ഉപദ്രവിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. കാരണം ആ വീട്ടുകളിൽ ഓരോ ഫ്ലാറ്റിൻ്റെയും ഗേറ്റിന് വെളിയിൽ ബാക്കി വരുന്ന ഫുഡ് കൊണ്ടുവെക്കാറുണ്ട്. അതുങ്ങൾക്ക് അല്ലെങ്കിൽ ബിസ്ക്കറ്റ് കൊടുക്കാറുണ്ട്, പിന്നെ പാല് കൊടുക്കുന്ന കുറേ സംഘടനകളുണ്ട്. എത്രയോ ചെറിയ ചെറിയ പെൺപിള്ളേരും ചെറിയ ആൺപിള്ളേരും ഒക്കെ ഇതിൻ്റെ പുറകിലായിട്ട് നടക്കുന്നവരുണ്ട്. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന കാഴ്ച കാണുന്ന കേരളത്തിൽ തന്നെയാണ് കേട്ടോ. അത് പറയുന്നതിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. പക്ഷേ നമ്മുടെ കേരളം എന്നും എല്ലാത്തിലും ബെറ്ററായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തോ മനുഷ്യനെല്ലാം അങ്ങ് മാറിപ്പോവുക. ഭൂമിയിലെ മനുഷ്യന്മാർക്ക് മാത്രമായ ഇടവെന്നെങ്ങും പറഞ്ഞിട്ടില്ല. എല്ലാ ജീവജാലങ്ങൾക്കും അവകാശമുണ്ട് ജീവിക്കാൻ. അതുകൊണ്ട് ഇത് ഇത്രയൊക്കെ ഞാൻ ആഹാരം കൊടുത്തിട്ട് പോലും അവർക്ക് നമ്മളെ പേടിയാണ്. കുറേ ദിവസം എടുക്കും നമ്മളോട് അടുക്കാൻ. ഞാൻ എന്ന് വിചാരിച്ച് ഇവരെല്ലാം കെട്ടിപ്പിടിച്ചിരിക്കുവാന്നോ അങ്ങനെയൊന്നുമല്ല. എൻ്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യം അവർ വയറ് നിറഞ്ഞ് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും കിടന്നുറങ്ങിക്കോട്ടെ. അല്ലാതെ ഞാൻ എൻ്റെ പെരയ്ക്കകത്ത് കയറ്റി വളർത്തുന്നെന്നോ അല്ലെങ്കിൽ ഞാൻ അവരെ കെട്ടിപ്പിടിച്ച് കിടക്കുമോ അങ്ങനെയൊന്നുമല്ല. നമ്മളെ കൊണ്ട് പറ്റുന്നത് അവർക്ക് വേണ്ടി എനിക്ക് പറ്റുന്നതിന് മാക്സിമം അപ്പുറം ഞാൻ അവർക്ക് വേണ്ടി ചെയ്യാറുണ്ട്. ഇനി എനിക്ക് ചെയ്യണമെന്നാണ്, ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ചെയ്യണമെന്ന് തന്നെ.